RSS ADGP കൂടിക്കാഴ്ച വിവാദത്തിൽ ഇടതുമുന്നണി യോഗത്തിൽ ADGP MR അജിത് കുമാറിനെ സംരക്ഷിച്ച് മുഖ്യമന്ത്രി നിലപാടെടുത്തു. അന്വേഷണ റിപ്പോർട്ട് വരുന്നതുവരെ കാത്തിരിക്കേണ്ട എന്ന ഘടകകക്ഷികളുടെ ആവശ്യം CPIM അവഗണിച്ചു. തെറ്റുകാരനാണെന്ന് കണ്ടെത്തിയാൽ നടപടിയെടുക്കുമെന്ന് LDF കൺവീനർ TP രാമകൃഷ്ണൻ പറഞ്ഞു. അന്വേഷണ റിപ്പോർട്ട് വരുന്ന മുറയ്ക്ക് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു കാരണവശാലും അവരെ സംരക്ഷിക്കില്ല, കടുത്ത നടപടിക്ക് വിധേയമാക്കും. ADGP MR അജിത് കുമാറിനെതിരെ നടപടി വേണമെന്ന ഇടതുമുന്നണി യോഗത്തിലെ പൊതുവികാരമാണ് ആദ്യം LDF കൺവീനറുടെ വാക്കുകളിൽ പുറത്തായത്. നാക്കുപിഴയാണോ എന്ന് ചോദ്യമുയർന്നതോടെ തിരുത്ത്. നാക്കുപിഴയല്ലെന്ന് പറഞ്ഞാൽ ADGP കുറ്റക്കാരനാണെന്ന തുറന്നു പറച്ചിലാകും. അതുകൊണ്ട് മുഖ്യമന്ത്രിയുടെ മനസ്സറിഞ്ഞുള്ള പ്രതികരണം. ആ ആരോപണം ശരിയാണോ തെറ്റാണോ എന്ന് പരിശോധിക്കും. ആരോപണം ശരിയാണെങ്കിൽ കടുത്ത ശിക്ഷ കൊടുക്കണം. ആ നിലപാടിൽ നിന്ന് പാർട്ടിയോ ഗവൺമെന്റോ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയോ മാറുന്നില്ല. BJP നേതാവുമായി കൂടിക്കാഴ്ച നടത്തിയ EP ജയരാജനെ പുറത്താക്കിയപ്പോൾ RSS നേതാക്കളെ അങ്ങോട്ട് പോയി കണ്ട ADGPക്ക് സംരക്ഷണം. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കൺവീനർ സ്ഥാനത്ത് നിന്ന് അദ്ദേഹത്തെ മാറ്റിയത് തികച്ചും സംഘടനാപരമായ ഒരു തീരുമാനമാണ്. LDFന്റെ രാഷ്ട്രീയ നിലപാടുകളെ അപ്പാടെ ചോദ്യം ചെയ്യുന്ന വിവാദമായിട്ടും ഇന്നത്തെ മുന്നണി യോഗത്തിന്റെ അജണ്ടയിൽ പോലും ADGP RSS കൂടിക്കാഴ്ച ഉൾപ്പെടുത്തിയിരുന്നില്ല. RJD-യാണ് വിഷയം യോഗത്തിൽ ഉന്നയിച്ചത്. പിന്നാലെ മറ്റ് ഘടകകക്ഷികളും ഏറ്റുപിടിക്കുകയായിരുന്നു. ഞങ്ങൾ ഞങ്ങളുടെ നിലപാടിൽ യാതൊരു വെള്ളവും വരുത്തില്ല. കൂടിക്കാഴ്ചയെക്കുറിച്ച് DGP അന്വേഷിക്കുന്നുണ്ടെന്നും റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ നടപടിയെടുക്കാമെന്നുമുള്ള മുഖ്യമന്ത്രിയുടെ മറുപടി CPIക്കുൾപ്പെടെ സമ്മതിക്കേണ്ടി വന്നു. TP രാമകൃഷ്ണൻ മുന്നണി കൺവീനറായ ശേഷം ആദ്യ LDF യോഗമാണ് ഇന്ന് നടന്നത്. 24 തിരുവനന്തപുരം.